السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം സഅദ് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇംറാനിലെ 142-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനൂ വയംഹഖൽ കാഫിരീൻ. വലിയുമഹ്ഹിസ, ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടി. അള്ളാഹു ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ. വയംഹക്കൽ കാഫിരീൻ, വയംഹക്ക, മായ്ച്ചു കളയുന്നതിന് വേണ്ടി. അൽ കാഫിരീന, അവിശ്വാസികളെ. വിശ്വാസികളെ ശുദ്ധീകരിക്കുകയും അവിശ്വാസികളുടെ അഭിവൃദ്ധിയെ തുടച്ചു കളയുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങളിൽ തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറഞ്ഞത് സംഭവിക്കുന്നത്. അതായത് മനുഷ്യർക്കിടയിൽ ചില നല്ല സമയവും ചീത്ത സമയവും നുദാവിലുഹ, അതിനെ കൈമാറ്റം ചെയ്ത് നാം വരുത്തുന്നതാണ്. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണത്. അതായത് ആ ദിവസങ്ങൾ അവയെ മനുഷ്യർക്കിടയിൽ നാം കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചവരെ അള്ളാഹു വേർതിരിച്ചറിയുവാനും നിങ്ങളിൽ നിന്ന് സാക്ഷികളെ ഉണ്ടാക്കി തീർക്കുവാനും വേണ്ടിയാണത്. അള്ളാഹു ആകട്ടെ അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. അപ്പം വിശ്വാസികൾ എന്ന് പറയുന്നവരെ പിന്നെന്തുവാ ശുദ്ധീകരിക്കാൻ? നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മളിലൊക്കെ ഒരുപാട് ശുദ്ധീകരണ പ്രക്രിയ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഓരോരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വിശ്വസിച്ചവരെ ശുദ്ധീകരിച്ചെടുക്കുവാനും അവിശ്വാസികളുടെ അവരുടെ അഭിവൃദ്ധിയെ തുടച്ചു കളയുവാനും വേണ്ടിയാണിത് ഇപ്രകാരം ഈ പരീക്ഷണങ്ങൾ നടത്തപ്പെടുന്നത്. ഇപ്പോൾ ഉഹദ് യുദ്ധം നടന്നപ്പോൾ 70ഓളം മുസ്ലിങ്ങൾ അന്ന് വധിക്കപ്പെട്ടു, ശുഹദാക്കളായി മാറി. ബദറിലാണെങ്കിൽ അതുപോലെ തിരിച്ച് സത്യനിഷേധികളായ അനേകർ വധിക്കപ്പെട്ട യുദ്ധമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും സംഭവിച്ചു. ഇത് വിശ്വാസികൾ എത്രത്തോളം ഉണ്ട് എന്നറിയാനും അവരെ ശുദ്ധീകരിക്കുന്നതിനും അവിശ്വാസികളെ അവരുടെ അഭിവൃദ്ധിയെ തുടച്ചു കളയുവാനും വേണ്ടിയാണ് നാം ഈ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ദിനരാത്രങ്ങളിൽ
നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുഗുണമായിട്ടാണോ ചെയ്യുന്നത് എന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും നൽകി പരീക്ഷിക്കും. വളരെ വലിയ പരീക്ഷണങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുമ്പോൾ അവയെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമ്മളെ പരീക്ഷിക്കുന്നു. പരീക്ഷണം നടത്തുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിൽ വിജയിക്കും? ഉദാഹരണം, അള്ളാഹുവിൻ്റെ ഒരു ഭവനം നമുക്ക് ഒരു പ്രദേശത്ത് ഉണ്ട് എന്ന് കരുതുക. അവിടെ പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, മധ്യാഹ്നത്തിൽ ഒക്കെ പ്രാർത്ഥനകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ ദൗർബല്യം കാരണം നാം ആ ഭവനത്തെ പാടെ വിസ്മരിക്കുന്നു. അതിനെ പരിശുദ്ധമായി സൂക്ഷിക്കുകയോ അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എളിയ പ്രവർത്തനം പോലും നമ്മൾ നടത്താതിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബദർ യുദ്ധം, ഉഹദ് യുദ്ധവും ഒക്കെ നടന്നു. അപ്പോൾ നമ്മുടെ ആളുകളിൽ ചിലർ ഭൗതിക കണ്ണുകൾ കൊണ്ട് കാര്യങ്ങൾ നോക്കിക്കണ്ടപ്പോൾ അവർക്ക് വളരെ വലിയ പരാജയങ്ങൾ ഏൽക്കേണ്ടി വന്നു. ആത്മീയ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വളരെ വലിയ പരീക്ഷണങ്ങൾ സത്യവിശ്വാസികളുടെ മുമ്പിൽ വരുത്തുന്നതാണ്. അതെന്തിനു വേണ്ടിയാണ്? വലിയുമഹിസല്ലാഹുല്ലദീന ആമനു, നിങ്ങളിൽ വിശ്വസിച്ചവരാരെയാണ് എന്നറിയാൻ അവരെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന്. വിശ്വാസികളാണ്, പക്ഷേ ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മൾ രാവിലെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉണരേണ്ടി വരും. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കേണ്ടി വരും. എന്നിട്ട് പിന്നീട് നമുക്ക് പള്ളിയിലേക്ക് പോകേണ്ടി വരും. അവിടെ നമസ്കരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ ഭവനത്തെ ശുദ്ധീകരിക്കേണ്ടി വരും. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ ബുദ്ധിശക്തികൾ, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ സമയം അതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നുവോ? അതല്ല, അത് നിങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ഭൗതികമായ ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ അവരെല്ലാം തിരിഞ്ഞുപോയി, അതുകൊണ്ട് ഇനി ആ യുദ്ധം മുതലെടുക്കാമെന്നുള്ള ഒരു നിമിഷത്തെ ആ ഒരു ചിന്ത അവരിലേക്ക് കടന്നു വന്നപ്പോഴാണ് 70ഓളം ആളുകൾ ആ രണാങ്കണത്തിൽ മരിച്ചു വീണത്. അപ്പോൾ ഭൗതികമായ കണ്ണുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കിക്കണ്ടു പോയാൽ അത് നിങ്ങൾക്ക് വൻ നഷ്ടത്തിലേക്ക് അത് ഭൗതികമായും ആത്മീയമായും ഉണ്ടായിത്തീരും. അതുകൊണ്ട് ഇതാ ഗുണപാഠങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കും. വലിയുമഹിസല്ലാഹു, അള്ളാഹു ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലദീന ആമനു, സത്യവിശ്വാസികളെ. അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് അഗ്നി പരീക്ഷണങ്ങൾ അവരുടെ മുമ്പിൽ വയ്ക്കും. എന്നിട്ട് നിങ്ങളിൽ ആരാണ് ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തെയും അവൻ്റെ പ്രീതിയെയും തേടിക്കൊണ്ട് നമ്മൾ അവിടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ അവനിൽ നിന്ന് നമ്മളിലേക്കുണ്ടാകുകയും അവൻ്റെ കരുണാകടാക്ഷം നമ്മളിലേക്ക് തിരിച്ചു വിടുകയും ചെയ്യും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹു തആല അവൻ നൽകുന്ന ഈ പരിശുദ്ധമായ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് അവൻ്റെ പ്രീതിക്ക് പാത്രമായി തീരുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ ഏർപ്പെടുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.